ആറന്മുള ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വള്ളസദ്യകൾ ഓഗസ്റ്റ് 19 തുടങ്ങുകയാണ്. സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കുന്ന ഈ വർഷത്തെ വള്ളസദ്യ കാലയളവിൽ 550 വള്ളസദ്യകൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പള്ളിയോട സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വള്ളിസദ്യകൾക്ക് ദേവസ്വം ബോർഡ് അകമഴിഞ്ഞ സഹകരണം ചെയ്യുന്നുണ്ട്. സർക്കാർ തലത്തിലും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആറന്മുളയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ഈ സമയത്ത് ആവശ്യമായ കുടിവെള്ളം നൽകുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും വരുന്നവർക്ക് വിശ്രമിക്കുന്നതിനുള്ള സ്ഥലവും അതുപോലെ ബുദ്ധിമുട്ടില്ലാതെ പാസ് മുഖേന വള്ളസദ്യയിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് അത് കഴിക്കുന്നതിനുള്ള അവസരവും അങ്ങനെ അല്ലാത്തവർക്ക് പണമടച്ച് സദ്യ ഉണ്ണുന്നതിനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. കൂടാതെ പഞ്ചപാണ്ഡവ ദർശനമെന്ന പരിപാടിയിൽ KSRTCയിൽ ആറന്മുളയിലെത്തുന്ന തീർത്ഥാടകർക്ക് വള്ളസദ്യ ആസ്വദിക്കുന്നതിനുള്ള സൗകര്യങ്ങളും പള്ളിയോട സേവാസംഘം ചെയ്തിട്ടുണ്ട്. 550 വള്ളസദ്യകൾ പ്രതീക്ഷിക്കുന്ന ഇക്കൊല്ലം ഇതിനകം തന്നെ ഏതാണ്ട് 500 വള്ളസദ്യകൾ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 18 സദ്യാലയങ്ങളിലായിട്ട് ഒരേ സമയത്ത് വള്ളസദ്യ നടത്തുന്നതിനും ക്രമീകരണങ്ങളുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർശനമായ നിരീക്ഷണത്തിൽ മറ്റ് ക്രമസമാധാന പിഴകളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനും സൗകര്യമായി പാർക്കിംഗ് നടത്തുന്നതിനും ഇക്കൊല്ലം പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വള്ളസദ്യകൾ കഴിഞ്ഞ ശേഷം ഏതാണ്ട് സെപ്റ്റംബർ 4 1 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന മഹത്തായ അഷ്ടമിരോഹിണി വള്ളസദ്യയും നടക്കുന്നു. ഭഗവാന്റെ ജന്മനാളായ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ പാരമ്പര്യ ശൈലിയിൽ വള്ളസദ്യ ആസ്വദിക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രാങ്കണത്തിൽ നിലത്തിരുന്ന് പള്ളിയോടത്തിലെത്തുന്ന 52 കരക്കാരും അവരോടൊപ്പം എത്തുന്ന ഭക്തജനങ്ങളും അപൂർവമായി സദ്യ ആസ്വദിക്കുന്നത് ലോകത്തിലെ തന്നെ അത്യപൂർവമായ കാഴ്ചയായി യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്.